വാഴപ്പള്ളി സെന്റ് തെരേസാസ് LP സ്കൂൾ 2025-2026 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. അഞ്ചുവിളക്കിൻ്റെ നാടായ ചങ്ങനാശ്ശേരിയുടെ തിലകക്കുറിയായി, അറിവിൻ്റെ തിരുനാളമായി അനേകായിരം ശിഷ്യഗണങ്ങളുടെ അകമലരിൽ വിജ്ഞാനത്തിൻ്റെ വർണ്ണശോഭ തൂകി വെളിച്ചം പകരുന്ന നമ്മുടെ വിദ്യാലയം സെന്റ് തെരേസാസ് LP സ്കൂൾ ഇന്ന് വിജയകരമായി 110ാം വാർഷികം സാഘോഷം കൊണ്ടാടുകയാണ്. ഈ അവസരത്തിൽ ഈ സ്കൂളിനു വേണ്ടി അഹോരാത്രം അധ്വാനിച്ച് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. വിശുദ്ധ കുർബാനയുടെ ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ സ്ഥാപകനും ഈ സ്കൂളിൻ്റെ അനുമതി നൽകി പൈതൃകാശസ്സുകളേകിയ ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെയും സെന്റ് തെരേസാസ് LP സ്കൂളിന് ആരംഭം കുറിച്ച ദൈവദാസി ഷന്താളമ്മയുടെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ശിരസ് നമിച്ച് ഇതുവരെ ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ടും ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ സവിനയം സമർപ്പിക്കട്ടെ. ചങ്ങനാശ്ശേരി അതിരൂപത കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് ഓഫ് സ്കൂളിൻ്റെയും അതിരൂപത അധ്യക്ഷൻ അഭിയന്തമാർ തോമസ് തറയിൽ പിതാവിൻ്റെയും സ്കൂൾ മാനേജറായ സിസ്റ്റർ ഡോക്ടർ ലിൻസി വലിയപ്ലാക്കലിൻ്റെയും സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ആൻസമ്മ സെബാസ്റ്റ്യൻ്റെയും പ്രത്യേക പരിപാലനയിൽ സ്കൂൾ സംരക്ഷിക്കപ്പെടുകയും അഭിവൃദ്ധിപ്പെടുകയും ചെയ്യുന്നു. 2025 സ്കൂൾ വാർഷികവും രക്ഷകർതൃ സമ്മേളനവും 2025 ഫെബ്രുവരി 5 2 PM നമ്മുടെ സ്കൂളിൻ്റെ 109ാമത് സ്കൂൾ വാർഷികവും രക്ഷകർതൃ സമ്മേളനവും ആഘോഷപൂർവ്വം കൊണ്ടാടി. അധ്യാപകരും വിദ്യാർത്ഥികളും 1 മുതൽ 4 വരെ ക്ലാസ്സുകളിലായി 216 കുട്ടികൾ ഇവിടെ പഠനം നടത്തിവരുന്നു. മാതൃഭാഷാ പഠനത്തോടൊപ്പം ഇംഗ്ലീഷ്, ഹിന്ദി പഠനത്തിനും പ്രാധാന്യം നൽകി വരുന്നു. കുട്ടികൾക്ക് പഠനത്തോടൊപ്പം ശാരീരികവും മാനസികവുമായി ഉണർവ് ലഭിക്കുന്നതിനായി കരാട്ടെ, യോഗ, ഡാൻസ് ക്ലാസുകൾ നടത്തിവരുന്നു. നമ്മുടെ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസമ്മ സെബാസ്റ്റ്യൻ്റെ നേതൃത്വത്തിൽ 11 അധ്യാപകർ ഇവിടെ സേവനമനുഷ്ഠിക്കുന്നു. ഈ വർഷം മുട്ടാർ സെൻറ് ജോർജ് ഹൈസ്കൂളിലേക്ക് സ്ഥലം മാറിപ്പോയ ശ്രീമതി ചിന്നു ടീച്ചറിനെയും, അതിരമ്പുഴ സെന്റ് അലോഷ്യസ് ഹൈസ്കൂളിലേക്ക് പോയ ശ്രീമതി ബിജി ടീച്ചറിനെയും, കരിമ്പനക്കുളം SH UP സ്കൂളിലേക്ക് പോയ സിസ്റ്റർ അനിലയെയും, മാമൂട് സെന്റ് ഷന്താൾ സ്കൂളിലേക്ക് പോയ ശ്രീ ജോസി സാറിനെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ഈ അധ്യയന വർഷം അധ്യാപകരായി എത്തിയ സിസ്റ്റർ ടെസ കാരുപറമ്പിലിനെയും, ശ്രീമതി റോസ്മി ടീച്ചറിനെയും, സീന ടീച്ചറിനെയും, HTV പോസ്റ്റിലേക്ക് എത്തിയ സജിനി ടീച്ചറിനെയും, കമ്പ്യൂട്ടർ ടീച്ചറായ പ്രിയ ടീച്ചറിനെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രവേശന ഉത്സവം പുതിയ അധ്യയന വർഷത്തിന് 2025 ജൂൺ 2 ആരംഭം കുറിച്ചു. പ്രവേശനോത്സവം വളരെ ആഘോഷമായി കൊണ്ടാടി. നവാഗതരെ അക്ഷരത്തൊപ്പിയും കളഭവും ചാർത്തിയും ഇടിമണ്ണിക്കൽ ജുവലേഴ്സിന്റെ സ്നേഹസമ്മാനമായ വർണ്ണക്കുടകൾ നൽകിയും തെരേസ്യൻ അക്ഷരപ്പൂവാടിയിലേക്ക് എതിരേറ്റു. സ്കൂൾ അസംബ്ലി ആഴ്ചയിൽ 3 ദിവസം സ്കൂൾ അസംബ്ലി നടത്തുന്നു. മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലായി നടത്തിവരുന്ന അസംബ്ലിയിൽ കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരവും നൽകുന്നു. സ്റ്റാഫ് കൗൺസിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസമ്മ സെബാസ്റ്റ്യൻ SABS അധ്യക്ഷയായും സിസ്റ്റർ ആൻസി SABS സെക്രട്ടറിയായും സ്റ്റാഫ് കൗൺസിൽ പ്രവർത്തിച്ചു വരുന്നു. SRG പ്രവർത്തനം ശ്രീമതി ഫിൻസി EV കൺവീനിയറായി പ്രവർത്തിക്കുന്ന സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പിന്റെ മീറ്റിംഗ് എല്ലാ വെള്ളിയാഴ്ചയും നടന്നു വരുന്നു. അധ്യാപക രക്ഷകർതൃ സംഘടന സ്കൂളിന്റെ സർവോന്മുഖമായ വളർച്ചയെ കാംക്ഷിക്കുന്ന മാതാപിതാക്കളുടെ സഹകരണത്തോടെയാണ് ഈ വിദ്യാലയത്തിന്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്തുന്നത്. ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് മാതാപിതാക്കൾക്കായി നടത്തപ്പെട്ടു. പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ ശ്രീ ജോസഫ് സേവിയർ PTA പ്രസിഡന്റായും, സിസ്റ്റർ ടെസ കാരുപറമ്പിൽ PTA സെക്രട്ടറിയായും, ശ്രീമതി നിഷ K MPTA പ്രസിഡന്റായും തിരഞ്ഞെടുക്കപ്പെട്ടു. PTAയുടെ നേതൃത്വത്തിൽ രോഗിയായ അത്യാസന്ന നിലയിലായ ഒരു കുട്ടിക്ക് 50,000 രൂപ സമാഹരിച്ച് കുട്ടിയെ രക്ഷിക്കുവാൻ സാധിച്ചു എന്നതും നന്ദിയോടെ ഓർക്കുന്നു. സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടി 210 കുട്ടികൾ നമ്മുടെ സ്കൂളിൽ നിന്നും ഉച്ചഭക്ഷണം കഴിക്കുന്നു. കുട്ടികൾക്ക് ഓരോ ദിവസവും വ്യത്യസ്തമായ കറികളും ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും നൽകി വരുന്നു. ഉച്ചഭക്ഷണം പാകം ചെയ്യുന്ന ശ്രീമതി ലൈല രാജുവിനും ഇതിന് നേതൃത്വം നൽകുന്ന ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ആൻസമ്മ സെബാസ്റ്റ്യനും സിസ്റ്റർ ടെസായ്ക്കും ശ്രീമതി റോസ്മി ടീച്ചറിനും ജിറ്റി ടീച്ചറിനും നന്ദി അർപ്പിക്കുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സ്കൂളുകളിൽ വൃക്ഷത്തൈ നടീൽ, പോസ്റ്റർ നിർമ്മാണം, പ്രത്യേക അസംബ്ലി എന്നിവ നടത്തി. നവകേരളം കർമ്മ പദ്ധതിയുടെ ചങ്ങാതിക്കൊരു മരം പദ്ധതിയിൽ കുട്ടികൾ ഭാഗഭാക്കുകളായി. വായനാ ദിനം ശ്രീ PN പണിക്കരുടെ ജന്മദിനമായ വായനാ ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾ മുനിസിപ്പൽ ലൈബ്രറി സന്ദർശിച്ചു. വായനാവാരത്തിന്റെ ഭാഗമായി ജിംപെയറിന്റെ നേതൃത്വത്തിൽ മൊബൈൽ ലൈബ്രറി സ്ഥാപിച്ചു. ലഹരി വിരുദ്ധ ദിനം ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കുട്ടികൾ കമനീയമായ ഒരു തെരുവ് നാടകം സ്കൂൾ ഗേറ്റിനു മുൻപിൽ അവതരിപ്പിച്ചു.
സ്വാതന്ത്ര്യദിനം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 14-ന് വിവിധ മത്സരങ്ങളും കലാപരിപാടികളും സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 79-ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഓഗസ്റ്റ് 15-ന് സ്കൂൾ ഹെഡ് മിസ്ട്രസ് പതാക ഉയർത്തി. കബിന്റെ നേതൃത്വത്തിൽ പരേഡ് നടത്തപ്പെട്ടു. ഓണാഘോഷം. ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുന്നതിനായി നമ്മുടെ ബഹുമാനപ്പെട്ട AEO ശ്രീമതി സുനിത മാഡത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഓണസദ്യ ഏറ്റവും കെങ്കേമമാക്കുന്നതിൽ PTA സഹകരണം വളരെ വലുതായിരുന്നു. കുട്ടികളുടെ മാതാപിതാക്കളുടെ നിസ്വാർത്ഥമായ സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി അർപ്പിക്കുന്നു. ശിശുദിന ആഘോഷം. നവംബർ 14 ശിശുദിന ആഘോഷത്തിൽ കുട്ടികൾക്കായി ഫാൻസി ഡ്രസ് മത്സരവും ശിശുദിന റാലിയും നടത്തപ്പെട്ടു. റാലിക്ക് ശേഷം കുട്ടികൾക്ക് PTA നേതൃത്വത്തിൽ തയ്യാറാക്കിയ പായസ വിതരണവും നടത്തി. ശിശുദിനാഘോഷത്തിനോടനുബന്ധിച്ച് റേഡിയോ മീഡിയ വില്ലേജ് സംഘടിപ്പിച്ച കുട്ടിയോളാണ് താരം എന്ന പ്രോഗ്രാമിൽ നമ്മുടെ കുട്ടികളും പങ്കെടുത്തു. അധ്യാപക ദിനം. അധ്യാപക ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ സ്കൂളിനടുത്തുള്ള അംഗൻവാടി നഴ്സറി ടീച്ചേഴ്സിനെ വിളിച്ച് ആദരിക്കുകയുണ്ടായി. സ്കൂൾ പഠനയാത്ര. പഠനത്തോടൊപ്പം കുട്ടിയുടെ മാനസിക ഉല്ലാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് നടത്തിയ വിനോദയാത്രയിൽ ഈ വർഷവും നമ്മുടെ കുട്ടികളും 9 അധ്യാപകരും ചേർന്ന് നവംബർ 24-ാം തീയതി എറണാകുളം ലുലു മാളിൽ പോയി. പഠനത്തിൻ്റെ തിരക്കിൽ നിന്ന് അല്പസമയം മാറി നിന്നുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ യാത്ര മതിയാവോളം ആസ്വദിച്ചു. ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ. ശാസ്ത്ര ക്ലബ്, സാമൂഹ്യ ശാസ്ത്ര ക്ലബ്, ഹെൽത്ത് ക്ലബ്, ഗണിതശാസ്ത്ര ക്ലബ്, ഇംഗ്ലീഷ് ക്ലബ്, മലയാളം ക്ലബ് എന്നിങ്ങനെയുള്ള ക്ലബ്ബ് പ്രവർത്തനങ്ങൾ മനോഹരമായി നമ്മുടെ സ്കൂളിൽ നടത്തിവരുന്നു. കമ്പ്യൂട്ടർ പരിശീലനം, സ്മാർട്ട് ക്ലാസുകൾ. ആധുനിക സാങ്കേതിക വിദ്യകളിൽ വിദ്യാർത്ഥികളെ കൂടുതൽ പ്രാവീണ്യമുള്ളവരാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഓരോ ക്ലാസ്സിനും ആഴ്ചയിൽ 1 മണിക്കൂർ വീതം കമ്പ്യൂട്ടർ പരിശീലനം നൽകി വരുന്നു. അതോടൊപ്പം പത്രമാസികയിലൂടെയും ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും നമ്മുടെ സ്കൂളിൻ്റെ മികവുറ്റ പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതും പ്രശംസനീയമാണ്. KCSL പ്രവർത്തനങ്ങൾ. കേരള കാത്തോലിക് സ്റ്റുഡൻസ് ലീഗിൻ്റെ പ്രവർത്തനങ്ങൾ ഈ വിദ്യാലയത്തിലും കാര്യക്ഷമമായി നടന്നുവരുന്നു. ഓരോ മാസത്തിലുമുള്ള ആദ്യ വെള്ളിയാഴ്ചത്തെ വിശുദ്ധ കുർബാനയിലും മീറ്റിങ്ങിലും കൊന്തയിലും കുട്ടികൾ സജീവമായി പങ്കെടുക്കുന്നു. ഈ വർഷത്തെ അതിരൂപത കലോത്സവത്തിൽ മത്സരിച്ച് എല്ലാ ഐറ്റത്തിനും A ഗ്രേഡ് നമ്മുടെ കുഞ്ഞുങ്ങൾ കരസ്ഥമാക്കി. KCSL പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചങ്ങനാശ്ശേരി സെൻറ് ആൻസിലുള്ള വിശുദ്ധ അൽഫോൻസാമയുടെ മ്യൂസിയവും ധന്യൻ മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിൻ്റെ കബറടക്ക പള്ളിയും 5 വിളക്കും സന്ദർശിച്ചു. KCSL ചാരിറ്റിയുടെ ഭാഗമായി കുട്ടികൾ പായിപ്പാട് പുതുജീവൻ ആശ്രമം സന്ദർശിച്ച് പൊതിച്ചോറ് വിതരണം നടത്തുകയും ചെയ്തു. DCL പ്രവർത്തനങ്ങൾ. DCLൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സരങ്ങളും മികച്ച പ്രവർത്തനങ്ങളും നടത്തപ്പെട്ടു. കളർ ഇന്ത്യ മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സർട്ടിഫിക്കറ്റ് നൽകുന്നു. DCL പ്രവർത്തനങ്ങളോടനുബന്ധിച്ച് നടന്ന ഓൺലൈൻ മത്സരങ്ങളിൽ കുട്ടികൾ സജീവമായി പങ്കെടുക്കുകയും സമ്മാനങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു. ബുൾബുൾ കബ്. കുട്ടികളുടെ സമൂഹത്തോടുള്ള പ്രതിബദ്ധത, സഹകരണം, സേവനം, അച്ചടക്കം, സ്വഭാവ രൂപീകരണത്തിനുമായി ആൺകുട്ടികൾക്ക് കബ്ബും പെൺകുട്ടികൾക്ക് ബുൾബുളും നമ്മുടെ സ്കൂളിൽ ആദ്യമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ശ്രീമതി സീന ടീച്ചർ, സജിനി ടീച്ചർ എന്നിവർ ഈ സംഘടനകൾക്ക് നേതൃത്വം വഹിച്ചു പോരുന്നു. സ്റ്റുഡൻറ് സർവീസ് സ്കീം. കുട്ടികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിനു വേണ്ടി 2024-25 ഈ സ്കൂളിൽ സ്റ്റുഡൻറ് സർവീസ് സ്കീം ആരംഭിച്ചു. മത്സരങ്ങൾ, സ്കോളർഷിപ്പുകൾ. പഠന മികവിന് പുറമെ കലാസാഹിത്യ രംഗത്തും നമ്മുടെ കുട്ടികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. ചങ്ങനാശ്ശേരി ഉപജില്ലാ പ്രവൃത്തി പരിചയമേളയിൽ 9 A ഗ്രേഡും 1 B ഗ്രേഡും, ശാസ്ത്രമേളയിൽ എല്ലാ മത്സരങ്ങൾക്കും A ഗ്രേഡും, സാമൂഹ്യ ശാസ്ത്രമേളയിൽ 2 A ഗ്രേഡും 1 B ഗ്രേഡും, ഗണിതശാസ്ത്രമേളയിൽ എല്ലാ മത്സരങ്ങൾക്കും A ഗ്രേഡും കരസ്ഥമാക്കാൻ നമ്മുടെ സ്കൂളിന് സാധിച്ചു. സബ് ജില്ലാ കലോത്സവം. 2025-26 വർഷത്തെ ചങ്ങനാശ്ശേരി ഉപജില്ലാ കലോത്സവം ഒക്ടോബർ 25 മുതൽ 29 വരെ നടത്തപ്പെട്ടു. സബ് ജില്ലാ കലോത്സവത്തിൽ 12 A ഗ്രേഡും 1 B ഗ്രേഡും നേടി നമ്മുടെ സ്കൂൾ 2nd ഓവറോൾ കരസ്ഥമാക്കി. കായികമേളയിൽ ഓവറോൾ 2nd കരസ്ഥമാക്കുവാനും നമ്മുടെ സ്കൂളിന് സാധിച്ചു. നന്ദി. ഇന്നത്തെ വാർഷികാഘോഷത്തിൽ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ടാതിഥികൾക്കും ഈ സ്കൂളിന്റെ ഉന്നമനത്തിനു വേണ്ടി അധ്വാനിക്കുന്ന എല്ലാ അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.